സീ വാട്ടറിന്റെ ഹരിയാനയിലെ ഒരു പുതിയ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഹരിയാനയിലെ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റിയുടെ സർവേയാണ് ഇത്. ഈ സർവേയുടെ റിസൾട്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ജൂൺ അവസാന വാരമാണ് സീ വാട്ടർ ഈ സർവേ നടത്തിയത്. ഈ സർവേ പ്രകാരം ഹരിയാനയിലെ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി 58% കുതിച്ചുയർന്നിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി 28% 2022 ജനുവരിയിൽ ഇവർ നടത്തിയ സർവേയിൽ 29% പേരാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നത്. 2023 ജനുവരി ആയപ്പോഴേക്കും അത് 34% ഉയർന്നു. എന്നാൽ ഇപ്പോൾ എക്കാലത്തെയും മികച്ച 58% എന്ന പോപ്പുലാരിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഹരിയാനയിൽ രാഹുൽ ഗാന്ധി. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഹിന്ദി ഹൃദയഭൂമിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം CSDS ഉത്തർപ്രദേശിൽ നടത്തിയ സർവേയിൽ 36% പേരും പ്രധാനമന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു. ഓർക്കണം, മോദിക്ക് വെറും 32% പേരുടെ പിന്തുണയായിരുന്നു ഈ സർവേയിൽ ലഭിച്ചത്. അങ്ങനെ UPയിലും മോദിയെ കവച്ചു വയ്ക്കുന്ന ജനപിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് എന്ന് ആ സർവേയിലൂടെ വ്യക്തമായി. അതുപോലെ മെയ് 5-നും ജൂൺ 15-നും ഇടയ്ക്കായി പോൾ ട്രാക്കർ നടത്തിയ ഹരിയാന നിയമസഭാ ഇലക്ഷൻ സർവേയിൽ കണ്ടത് കോൺഗ്രസ് 90-ൽ 59 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു. ആ സർവേയുടെ ഭൂരിഭാഗവും നടന്നത് ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതിന് മുൻപായിരുന്നു. BJPക്കാകട്ടെ 19 സീറ്റുകൾ വരെയായി കുറയാം എന്നായിരുന്നു ആ സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ ഹരിയാനയിൽ ഒരു സർവേ നടക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റെണ്ണം 75-ന് മേലെ ആയി ഉയരുമെന്ന് ഉറപ്പാണ്. അതുപോലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദി ഹൃദയഭൂമിയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി ഉയർന്നിരിക്കുകയാണ്. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജനലക്ഷങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാണാനും കേൾക്കാനും തടിച്ചുകൂടുന്നത്. സഹസ്ര കോടികൾ മുടക്കി നുണകളാൽ കെട്ടിപ്പൊക്കിയ മോദി എന്ന കഴമ്പില്ലാത്ത ബിംബം തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് ഓരോ സംസ്ഥാനവും പിടിച്ചെടുക്കുന്നതും BJP ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നായി തൂത്തെറിയപ്പെടുന്നതുമായ മനോഹരമായ കാഴ്ചയാണ് കാണാൻ പോകുന്നത്.